എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം പരിചയപ്പെടുന്നത് വിവിധ തരം രാമായണങ്ങളെ പറ്റിയാണ്. എല്ലാ രാമായണങ്ങളുടെയും മൂലസ്രോതസ് ആദ്യ കവിയായ വാൽമീകി മഹർഷി രചിച്ച രാമായണമാണ്. വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളും 500 സർഗങ്ങളും 6 കാണ്ഡങ്ങളും ഉത്തരകാണ്ഡവുമാണുള്ളത്. ദ്രാവിഡ ഭാഷകളിൽ രാമകഥ സംബന്ധിച്ച ഏറ്റവും പ്രാചീനമായ കാവ്യഗ്രന്ഥം കമ്പരുടെ രാമായണമാണ്. കമ്പരുടെ രാമായണത്തിൽ സീത രാവണന്റെ പുത്രിയാണെന്നാണ് നിഗമനം. തെലുങ്കു സാഹിത്യത്തിൽ രാമകഥയെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് ദ്വിപദ രാമായണം. കന്നഡ സാഹിത്യത്തിൽ തോരവേ രാമായണത്തിനു ശേഷം ലക്ഷ്മീശൻ എന്ന കവി രചിച്ച ജൈമിനി ഭാരതം എന്ന രാമായണവുമാണ് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയത്. അടുത്തത് ആസാമീയ സാഹിത്യത്തിലെ മുഖ്യ രാമായണ ഗ്രന്ഥം ശങ്കരദേവൻ രചിച്ച മാധവ കന്ദളി രാമായണവും, ബംഗാളി സാഹിത്യത്തിൽ ശ്രീരാമ പാഞ്ചാലി രചിച്ച കൃത്തിവാസ ഓച്ചയും, മറാഠി സാഹിത്യത്തിൽ ഏകനാഥ വിരചിതമായ ഭാവാർത്ഥ രാമായണവുമാണ്. ഇനി ഹിന്ദി സാഹിത്യത്തിൽ ഗോസ്വാമി തുളസീദാസിന്റെ രാമചരിതമാനസമാണ് ഏറ്റവും ജനപ്രീതി ആർജിച്ച കൃതി. ഇത് വ്യാസന്റെ അധ്യാത്മ രാമായണത്തെയാണ് ഉപജീവിച്ചിരിക്കുന്നത്. സിഖുകാരുടെ 10ാമത്തെ ഗുരുവായ ഗോവിന്ദ സിംഹൻ അദ്ദേഹം രചിച്ച രാമായണമാണ് ഗോവിന്ദ രാമായണം. ഐതിഹാസിക സംഭവങ്ങളിൽ കാലനിർണയത്തിന് പ്രാധാന്യവും പ്രാമാണ്യവുമുണ്ട്. രാമകഥയിലെ പ്രധാന സംഭവങ്ങളുടെ തീയതികൾ കുറിച്ചിട്ടുള്ള രാമായണമാണ് കാലനിർണയ രാമായണം. ലോമശ ഋഷിയാണ് കാലനിർണയ രാമായണത്തിന്റെ കർത്താവെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അഗ്നിവേശ ഋഷിയുടെ പേരിലും ഇത്തരമൊരു രാമായണം പ്രചാരത്തിലുണ്ട്. ഇത് തന്നെ സമയാദർശ രാമായണം, സമയനിരൂപണ രാമായണം, രാമായണ സാരം, രാമജാതകം എന്നീ പേരുകളിൽ അല്പസ്വല്പ ഭേദങ്ങളോടെ ലഭ്യമാണ്. ഇത് കൂടാതെ യോഗവസിഷ്ഠം, തത്വസംഗ്രഹ രാമായണം, ആനന്ദ രാമായണം, അത്ഭുത രാമായണം, ഭൂഷുണ്ഡി രാമായണം, ഗായത്രി രാമായണം, ശതമുഖ രാമായണം, പമ്പ രാമായണം തുടങ്ങി നിരവധി രാമായണ സാഹിത്യ കൃതികളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 7 കാണ്ഡങ്ങളിൽ 64 സർഗങ്ങളിലായി കാണപ്പെടുന്ന അധ്യാത്മ രാമായണം വ്യാസ വിരചിതമെന്ന് വിശ്വസിച്ചു പോരുന്നുണ്ട്. മലയാള ദേശത്ത് രാമനെന്ന കവി രചിച്ച രാമചരിതവും, കണ്ണശ പണിക്കരുടെ കണ്ണശ രാമായണവും, പുനം നമ്പൂതിരിയുടെ രാമായണ ചമ്പുവും, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടും, രാജാവീര കേരളവർമ്മയുടെ കേരളവർമ്മ രാമായണവുമാണ് രാമകഥയെ ആസ്പദമാക്കിയുള്ള മലയാള സാഹിത്യത്തിലെ ആദ്യകാല കൃതികൾ. ഇവയിൽ അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ് മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ രാമായണം എന്ന് പറയാം. മഹാകവി വള്ളത്തോളിന്റെ വാൽമീകി രാമായണത്തിന്റെ തർജ്ജമയും പ്രസിദ്ധം തന്നെയാണ്. ഏകദേശം 100 വർഷങ്ങൾക്കിപ്പുറം ഒരു ഇസ്ലാം പണ്ഡിതനായ സെയ്ദ് മുഹമ്മദ് എന്ന കരിപ്പോട് കരുമകൻ ഗുരുക്കൾ രചിച്ച രാമായണമാണ് നവീന രാമായണം. ഇങ്ങനെ രാമായണങ്ങൾ വിവിധ തരമുണ്ട്. എല്ലാ രാമായണങ്ങളെയും പഠിക്കാനും മനസ്സിലാക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.